ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചത്തേങ്ങ അരച്ചിട്ടുള്ളൊരു കിഡിലൻ മീൻകറിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലത്തെ ഉള്ള അടിപൊളി മീൻകറിയാണ്. മീൻ ഏതായാലും കുഴപ്പമില്ല, ഇതുപോലെയൊന്ന് കറി വെച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ എടുക്കാൻ മാക്സിമം നോക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് കഷ്ണങ്ങളായിട്ട് മുറിക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് വരും. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതായത് നന്നായിട്ട് കരിഞ്ഞു പോകുന്നൊന്നും വേണ്ട. ആ ഒരു നല്ല സ്മെല്ല് വരുമല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുള്ള സ്മെല്ല്, അത് വരുമ്പോൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം മാക്സിമം ലോ ആക്കി വെക്കണം, ഇല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പം തന്നെ കണ്ടോ, പുകയൊക്കെ വന്നു തുടങ്ങി. അപ്പം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവിയത് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അതായത് തേങ്ങ വറുത്തരച്ചൊരു കറിയല്ലല്ലോ, പച്ചത്തേങ്ങയല്ലേ. അപ്പോൾ ഈ തേങ്ങ ഇതിലൊന്ന് മിക്സ് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ, നമുക്ക് വറുത്ത ആ ഒരു ടേസ്റ്റ് വരാൻ പാടില്ല. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചട്ടിയുടെ ചൂടൊന്ന് പോണ വരെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ തേങ്ങ കുറച്ച് സ്ഥലം മാത്രം ഇങ്ങനെ വറുത്ത പോലെ ആയിപ്പോവും. അതിലേക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി ചൂടാറിയതിന് ശേഷം ഒരു 4-5 അല്ലി ചുവന്നുള്ളി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ചട്ടി വെച്ചിട്ടുണ്ട് മീൻകറി വെക്കാൻ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇഷ്ടമില്ലാത്തവരും ഇടണ്ട, പക്ഷെ ഞാൻ കടുക് ഇടുന്നുണ്ട്, ഉലുവ ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മൾ കുടംപുളി ചേർക്കുന്നുണ്ട്, എന്നാൽ പോലും തക്കാളിയും കൂടി വേണം, അപ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റിലുള്ള പുളി വരുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് നന്നായി വഴണ്ട് വെന്ത് കുഴഞ്ഞു വരണം. ആ ഒരു പരുവാവുന്നത് വരെ വേവിക്കണം. അപ്പം നമ്മൾ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഇതാ തുറക്കുമ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ബാക്കി കറിയിൽ കിടന്ന് റെഡി ആയിക്കോളും. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ്, അതായത് കറിയിലേക്ക് ഏകദേശം എത്ര ഉപ്പ് ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് പുളിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ചെറിയ 2 കഷ്ണം കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്ന പുളിയാണ്, വാളംപുളിയാണെങ്കിൽ അത് പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരണം. കുടംപുളി ആകുമ്പോൾ അങ്ങനെയാണല്ലോ, വളംപുളി പോലെയല്ല, പുളി ഒന്ന് ഇറങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മളിതാ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഞാൻ വെള്ളം വളരെ കുറച്ചാക്കിയിട്ടാണ് അരച്ചത്. ഇനി നമുക്ക് എത്ര വെള്ളം വേണം, കറി എത്ര കൺസിസ്റ്റൻസി എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇനി ഇതിൽ ചേർക്കാനില്ല. ഇനി ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. വല്ലാതെ അങ്ങ് തിളച്ച് മറിയൊന്നും വേണ്ട. അപ്പോൾ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഏത് മീനായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം ചെമ്മീനാണ്. 250 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഏകദേശം 200 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അതിട്ട് കൊടുത്തു. എന്നിട്ട് അടച്ച് വെക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് സമയം വെക്കണം. അപ്പോഴാണ് മീൻ കറക്റ്റായിട്ട് വേവുന്നതും അതുപോലെ കറി നല്ലൊരു കറക്റ്റ് ടേസ്റ്റിൽ വരുന്നതും. ചെമ്മീനൊക്കെ ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി. എൻ്റെ കറിവേപ്പില കുറച്ച് വാടിയതാണ്, നല്ല ഫ്രഷ് കിട്ടുമെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ച് വെക്കുക. പിന്നെ ഇപ്പോൾ ഇതാ ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീനായത് കാരണം നമ്മൾ ഉടഞ്ഞു പോകുന്നുള്ള പേടിയൊന്നുമില്ല. വേറെ ഏതെങ്കിലും മീനാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഏത് മീനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്